നമസ്കാരം. ഈ കഴിഞ്ഞ 10 വർഷക്കാലയളവിൽ പിണറായി വിജയൻ്റെ പകയ്ക്ക് ഇരയായിട്ടുള്ളത് ആയിരക്കണക്കിന് മനുഷ്യരാണ്. സർക്കാർ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും മാത്രമല്ല, മാധ്യമപ്രവർത്തകരും സാധാരണക്കാരും പോലും പിണറായിയുടെ പോലീസിൻ്റെയും പകയ്ക്കിരയായി. പോലീസിൻ്റെ ഭരണം എന്നത് സെൽഫ് ഭരണമായിരുന്നു പാർട്ടിയുടെ. നീതി ആർക്കും ലഭ്യമായിരുന്നില്ല. പോലീസിൻ്റെ ഉത്തരവാദിത്തമായി നിർവചിക്കപ്പെട്ടത് CPM സഖാക്കളുടെ തട്ടിപ്പും വെട്ടിപ്പും കഞ്ചാവ് കച്ചവടമൊക്കെ സംരക്ഷിക്കുക, നീതീകരിക്കുക, സർക്കാരിനെയും പിണറായിയെയും വിമർശിക്കുന്നവർക്കെതിരെ കള്ളക്കേസെടുക്കുക എന്നതായിരുന്നു. അങ്ങനെ അനേകം നീതിമാന്മാർ ജയിലിൽ അടയ്ക്കപ്പെട്ടു. നിസ്സാരമായ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പേരിൽ മുതിർന്ന IAS ഉദ്യോഗസ്ഥർ പോലും സസ്പെൻഡ് ചെയ്യപ്പെട്ടു. കേരള സിവിൽ സർവീസ് കേഡറിലെ ഏറ്റവും മികച്ച ഉദ്യോഗസ്ഥൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന N. പ്രശാന്ത് 2 വർഷത്തോളമായി സസ്പെൻഷനിൽ നിൽക്കുന്നത് ഭരണഘടന തനിക്ക് ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ്. മറ്റൊരു മുതിർന്ന സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായ B. അശോകിന് പ്രൊമോഷൻ നിഷേധിക്കുന്നതും അദ്ദേഹത്തെ ആർക്കും വേണ്ടാത്ത വകുപ്പുകളിലേക്ക് ചവിട്ടി എറിയുന്നതുമൊക്കെ അദ്ദേഹം അഭിപ്രായം സധൈര്യം പറയുന്നതുകൊണ്ടാണ്. അഴിമതി നടത്തുന്നവരും സ്വജനപക്ഷപാതികളുമായ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ പിണറായിയുടെ ഭരണകാലത്ത് പദവികളുള്ളൂ. അവർ റിട്ടയർ ചെയ്താലും വലിയ ശമ്പളത്തിൽ പെൻഷനോടൊപ്പം അവരെ പുനർനിയമിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം വന്ദേ ഭാരത് എക്സ്പ്രസ്സിനെ എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്ത് രാത്രിയിലെത്തുമ്പോൾ ഒരു സർക്കാർ വണ്ടിയും അനേകം പോലീസുകാരും അവിടെ നിൽക്കുന്നു. ഏത് മന്ത്രിയെ സ്വീകരിക്കാനാണ് ഇത്രയേറെ പോലീസ് സന്നാഹം എന്ന് ചിന്തിച്ച് ഞാൻ അല്പം മാറി നിന്നപ്പോൾ ഒരു പരിചയവുമില്ലാത്ത ഒരാൾ വന്ന് കയറി പോകുന്നു. പിന്നീടാണ് ഞാൻ തിരിച്ചറിഞ്ഞത് അയാൾ ചീഫ് സെക്രട്ടറി ആണെന്ന്. ഓർക്കണം, സർവീസിലിരുന്ന കാലത്തൊക്കെ പല അഴിമതികളും നടത്തിയതിൻ്റെ പേരിൽ ആരോപണം നേരിടുന്ന ഉദ്യോഗസ്ഥനെ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സ്വീകരിക്കാൻ പോലീസ് സന്നാഹം പോലും ഒരുക്കി കൊടുത്തിരിക്കുകയാണ് പിണറായി. എന്നാൽ അനാവശ്യമായി ജയിലിൽ കഴിഞ്ഞിരിക്കുന്ന നിരവധി മനുഷ്യരുണ്ട്. ഭരണഘടനയിൽ വിശ്വസിച്ചതുകൊണ്ട് മാത്രം അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടവർ. അങ്ങനെ പിണറായി പകയ്ക്ക് ഇരയായവരുടെ ഒരു സംഗമം നാളെ, അതായത് മാർച്ച് മാസം 31-ാം തീയതി രാവിലെ 10:30 തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ സംഘടിപ്പിക്കുന്നുണ്ട്. ആരൊക്കെയാണോ പിണറായിയുടെ പകയ്ക്കിരയായത് അവർക്കൊക്കെ അവിടേക്ക് എത്താം. പിണറായിയുടെ ഈ ധാർഷ്ട്യത്തിനെതിരെ, ജനാധിപത്യ വിരുദ്ധ ഫാസിസ്റ്റ് നിലപാടിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന ചില പൊതുപ്രവർത്തകർ, B. രാജീവനും ജോസഫ് മാത്യുവും അടക്കമുള്ളവർ ആ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ആ പരിപാടിക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, ഭരണഘടനയിൽ വിശ്വസിച്ചതിൻ്റെ പേരിൽ കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ച മനുഷ്യർക്കാണ്. അത്തരക്കാർക്ക് ഈ പരിപാടിയിലെത്താം. അവരുടെ സാഹചര്യം സംഘാടകരെ ബോധ്യപ്പെടുത്തിയാൽ അവർക്ക് അവരുടെ അനുഭവം പറയാൻ പറ്റും. വ്യാജ പോക്സോ കേസിലും സ്ത്രീ പീഡന കേസിലുമൊക്കെ ഉൾപ്പെട്ട പലരുമുണ്ട്. അവരെ അല്ല ഉൾപ്പെടുത്തുന്നത്. അതൊക്കെ നിയമപരമായൊരു വിഷയമാണ്. പിണറായി വിജയൻ്റെ പകയുടെ ഭാഗമായി, അല്ലെങ്കിൽ സർക്കാരിൻ്റെ പകയുടെ ഭാഗമായി കള്ളക്കേസിൽ കൊടുക്കപ്പെട്ടവർ അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ, മാധ്യമ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ, ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിൽ, അത്തരത്തിൽ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ വേട്ടയാടപ്പെട്ടവരുടെ സംഗമമാണ്. നിങ്ങൾ ആരെങ്കിലും പിണറായി പകയ്ക്ക് ഇരയാണെങ്കിൽ, നിങ്ങളുടെ ഭരണഘടനാപരമായ അഭിപ്രായ സ്വാതന്ത്ര്യം വിനിയോഗിച്ചതിൻ്റെ പേരിൽ കേസെടുക്കപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് സ്വാഗതം. നാളെ തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ രാവിലെ 10:30 ഈ അസാധാരണമായ ചടങ്ങ് നടക്കുന്നത്. നിരവധി കേസുകൾ എടുത്ത് വേട്ടയാടപ്പെട്ട ഒരാൾ എന്ന നിലയിൽ എന്നെയും അങ്ങോട്ട് ക്ഷണിച്ചിട്ടുണ്ട്. പൊതുപ്രവർത്തകനായ KM ഷാജഹാൻ, മാധ്യമപ്രവർത്തകനായ ക്രൈം നന്ദകുമാർ തുടങ്ങി പിണറായിയുടെ പോലീസ് പകയോടെ ജയിലിൽ അടച്ച അനേകം പേർ ഈ പരിപാടിയിൽ എത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വ്യത്യസ്തമായ ഒരു പരിപാടി എന്ന നിലയിൽ അതിൽ പങ്കെടുക്കാൻ ഞാനും തീരുമാനിച്ചിട്ടുണ്ട്. പിണറായിയുടെ പകയ്ക്ക് ഇരയായ ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പിണറായിയുടെ പകയ്ക്ക് ഇരയായ കള്ളക്കേസിൽ കുടുങ്ങിയവരെ അറിയാമെങ്കിൽ അവരോട് വിവരം പറയുക. അതിൽ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രത്യേക രജിസ്ട്രേഷൻ ഒന്നും ആവശ്യമില്ല. നാളെ, അതായത് മാർച്ച് മാസം 31 രാവിലെ 10:00 തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെ താഴത്തെ നിലയിലുള്ള ഹാളിൽ എത്തിയാൽ മതിയാവും. അതിന്റെ മുഖ്യ സംഘാടകരിൽ ഒരാളായ പിണറായി പകയ്ക്ക് ഇരയായി ജയിലിൽ കിടന്നിട്ടുള്ള പ്രകൃതി ചികിത്സകൻ ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരി ഈ കൂട്ടായ്മയെക്കുറിച്ച് എന്നോട് പറഞ്ഞത് കേൾക്കുക. നമസ്കാരം ജേക്കബ്. എന്താണ് നമ്മളെ നാളെ ഒരു സംഗമം പ്രസ് ക്ലബ് വെച്ച് നടത്തുമെന്ന് പറഞ്ഞു കേട്ടല്ലോ. ഈ പിണറായിയുടെ എന്താണ് ആ സംഭവം? പിണറായിയുടെ പകയ്ക്കിരയായവര് എന്താണ് സംഭവം എന്ന് പറഞ്ഞേ? കഴിഞ്ഞ 10 കൊല്ലത്തെ പിണറായി ഭരണത്തില് വളരെ ഏകാധിപത്യപരമായിട്ട് മാധ്യമങ്ങളെയെല്ലാം കടക്കുപുറത്ത് എന്ന് പറഞ്ഞ് പുറത്താക്കി. മാധ്യമ പ്രവർത്തകർക്ക് ഹൈക്കോടതികളിൽ നിന്ന് അടികൊണ്ട് പുറത്തിറങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ്, സാമൂഹ്യ പ്രവർത്തകര് പലതരം കള്ളക്കേസുകളിൽ നമ്മളെ വേട്ടയാടുകയും ജയിലിൽ പിടിച്ചിടുകയും, ഇപ്പൊ എന്നെ ജയിലിൽ പിടിച്ചിട്ടു. 6 കേസുകൾ എന്റെ പേരിലുണ്ട്.
അതുപോലെ തന്നെ ഇപ്പൊ ഷാജസ്കറുടെ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. നിരന്തരമായ വേട്ടയാടലായിരുന്നു. ജേക്കബിന് എന്തൊക്കെയാ പറഞ്ഞത്? ജേക്കബിന് എന്തിനാണ് ചെയ്തേ? എന്നെ ഈ പ്രളയം കഴിഞ്ഞപ്പോ ഡോക്സി സൈക്ലിൻ എന്ന് പറഞ്ഞ മരുന്ന് എല്ലാവരും കഴിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് പറഞ്ഞു. ഞാന് അതങ്ങനെ കഴിക്കാവുന്ന, വ്യാപകമായിട്ട് കഴിക്കാവുന്ന ഒരു മരുന്നല്ല. അമേരിക്കൻ ഫാർമസിസ്റ്റ് അസോസിയേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കൺസ്യൂമർ ഡ്രഗ് റെഫറൻസ് എന്ന് പറഞ്ഞ പുസ്തകത്തില് ഡോക്സി സൈക്ലിനെ കുറിച്ച് പറയുന്ന ഭാഗം ഇംഗ്ലീഷിലുള്ളത് വായിച്ച് മലയാളത്തിൽ പറഞ്ഞു. അതിനാണ് കെ ശൈലജ എന്നെ അറസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതിന്റെ അടിയിൽ കിടക്കുന്ന ഒരു കാര്യം, ഞാൻ VS അച്യുതാനന്ദന്റെ പേഴ്സണൽ ഡോക്ടറായിരുന്നു. അന്ന് തുടങ്ങിയുള്ള ഒരു ഗ്രഡ്ജ് പിണറായിക്കും ശൈലജ അവർക്കെല്ലാം എന്നോടുണ്ട്. അതാണ് വാസ്തവത്തിൽ. അതുകൊണ്ടാണ് എന്നെ ജയിലിൽ അടച്ചു കഴിഞ്ഞപ്പോ VS അച്യുതാനന്ദൻ അത് ശരിയായില്ല എന്ന് പ്രസ്താവന നടത്തിയത്. പാർട്ടിക്കെതിരായിട്ടുള്ള VSന്റെ അവസാനത്തെ പ്രസ്താവന വാസ്തവത്തിൽ അതായിരുന്നു. വേറെ നിപ്പയുടെ കാലത്തും അടച്ചല്ലേ? നിപ്പയുടെ കാലത്ത് ഇല്ല, കേസ് ഒരെണ്ണം എടുത്തു. ഒറ്റ പ്രാവശ്യം ജയിലിൽ അടച്ചുള്ളൂ. അതോടെ അവർക്ക് മതിയായി. കാരണം സ്വാമി അഗ്നിവേശ്, മേധാ പട്കർ, ബിനായക് സെൻ, അങ്ങനെ അഖിലേന്ത്യാ തലത്തിൽ ഇവർക്കെതിരായിട്ട് ഭയങ്കര നീക്കം ഉണ്ടായി. ആയുഷ് ഡിപ്പാർട്ട്മെന്റ് ഡൽഹിയിൽ നിന്ന് നിരന്തരമായിട്ട് സമ്മർദ്ദം ചെലുത്തി. കേരളത്തിൽ പലയിടത്തും പ്രകടനങ്ങൾ നടന്നു. 300-400 പേര് പങ്കെടുത്ത പ്രകടനങ്ങൾ പല ജില്ലകളിൽ നടന്നു. അങ്ങനെയെല്ലാം വന്നതുകൊണ്ടാണ് പിന്നീട് ഇപ്പൊ കോവിഡിന്റെ സമയത്ത് ഞാൻ ആഞ്ഞടിച്ചിട്ടും അവരന്നേരം അനങ്ങിയില്ല. പക്ഷെ പ്രചരണങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരുന്നു. കേസെടുത്തു അവിടെ, അപ്പോഴും എടുത്തായിരുന്നു അല്ലേ? എടുത്തു. ആ ഒരു കോവിഡിന്റെ കേസ് 5 കൊല്ലം വിചാരണ നടത്തി എന്നെ വെറുതെ വിട്ടു എറണാകുളത്തെ മജിസ്ട്രേറ്റ് കോടതി. ഇപ്പോഴും 4 കേസുകൾ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഷാജഹാനെ, ക്രൈം നന്ദകുമാറിനെ, പിന്നെ ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് പറഞ്ഞിട്ട് നമ്മളെ രക്തം മരവിക്കുന്ന തരത്തിലുള്ള സാഡിസമല്ലേ നടന്നത്, ഫാസിസ്റ്റ്. മനസ്സിലായി. അപ്പൊ അങ്ങനെയുള്ള എല്ലാവരെയും നമ്മൾ വരാൻ പറയുന്നുണ്ട്. താല്പര്യമുള്ളവർ വരും. അപ്പൊ ഇതിനകത്ത് ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം. പിണറായിയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ കേസെടുത്തവരെ, അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തവർ, ആർക്ക് വേണമെങ്കിലും എല്ലാവർക്കും വരാം. വന്നാൽ അവർക്ക് അവരുടെ ഒരു അനുഭവം പറക്കാനൊരു അവസരം കാണും. ആ സമയത്ത് പരമാവധി അവസരം നമ്മൾ കൊടുക്കുകയാണ്. കാരണം വേറെ പ്രസംഗങ്ങളോ, ഇപ്പോ ജോസഫ് സി മാത്യു വരുന്നുണ്ട്, നമ്മുടെ ഡോക്ടർ MP മത്തായി സാറുണ്ട്, B രാജീവനുണ്ട്, അദ്ദേഹം ഉദ്ഘാടനം. അങ്ങനെ ചെറിയ ചെറിയ അവരൊക്കെ വാസ്തവത്തിൽ അതിഥികളായിട്ടിരിക്കും. നമ്മൾ കൂടുതലും ഇങ്ങനെ അനുഭവങ്ങളുള്ളവർക്ക് പറയാനുണ്ട്. നമുക്കിതിൽ ഇത്രയേ ഉള്ളൂ. മേലിൽ ഇപ്പൊ മാറി ഭരിക്കാൻ പോകുന്നവര് ആരായാലും മേലിൽ ഇതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തരുത്, കള്ളക്കേസുകൾ എടുക്കരുത്. അതുപോലെ മനുഷ്യരെ പേപ്പട്ടിയെ പോലെ വഴിയിലൂടെ ഓടിച്ചിട്ട് തല്ലിയിട്ട് ഇപ്പൊ അധികാരത്തിന് ഭ്രാന്തി പിടിച്ചതാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ ഗൺമാന് പേയിളകിയിട്ട് വടി കൊണ്ട് ചെറുപ്പക്കാരെ ഓടിച്ചിട്ടടിക്കുന്നു. അപ്പൊ ഈ ഒരു അവസ്ഥ ഇനി വരുന്ന പാർട്ടിക്കാര് കേരളത്തിൽ കാണിക്കരുത്. അതുകൊണ്ട് ശക്തമായി തന്നെ അഭിപ്രായം പറയാൻ, പ്രതികരിക്കാൻ ഈ ദുരനുഭവങ്ങളുള്ളവര് ഇറങ്ങിയേ പറ്റൂ. അത് ഈ വോട്ടിന്റെ സമയം തന്നെയാണ്. ശരി, താങ്ക് യു. ഓക്കെ.